ഇടമലക്കുടിയിൽ വീണ്ടും രോഗിയുമായി ദുരിതയാത്ര. മഞ്ചൽ കെട്ടി അതിൽ കിടത്തി രോഗിയെ ആശുപത്രിയിലെത്തിച്ചു. വളയമ്പാറക്കുടിയിൽ നിന്നും 55-കാരിയായ പൂമണിയെയാണ് സൊസൈറ്റി കുടിയിലെ ആശുപത്രിയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം വയോധികനെ മാങ്കുളം ആനക്കുളത്ത് ചുമന്നെത്തിച്ചത് വലിയ വിവാദമായിരുന്നു. സംസ്ഥാനത്ത് സർവ്വമേഖലകളിലും വികസനം എത്തിയെന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ അവകാശപ്പെടുമ്പോഴും ആദിവാസി ഊരുകളിലെ മനുഷ്യർ ഇന്നും നേരിടുന്നത് വലിയ ദുരന്തമാണ്. കരുനാഗപ്പള്ളിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യത്തിന് അമിത വില ഈടാക്കിയെന്ന പരാതിയിൽ നടപടി. 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സുധിൻ രാജ്, അമൽദേവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വെബ്കോ MD-യുടെ നടപടി. ദൃശ്യം സഹിതം പരാതി ലഭിച്ചതിന് പിന്നാലെ അന്വേഷിച്ച് നടപടിയെടുക്കാൻ എക്സൈസ് മന്ത്രി M. ലിജു CMG-ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ കാളത്തോട് പോലീസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. 3000-ലധികം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കാളത്തോടുള്ള വീട്ടിലും വീടിന്റെ സമീപത്തെ പിക്കപ്പ് വാഹനത്തിൽ നിന്നുമാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. ഡോക്ടർ D. സജിത് ബാബു സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകും. കേരളം നൽകിയ 3 പേരുടെ പട്ടികയിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സജിത് ബാബുവിന്റെ പേര് തെരഞ്ഞെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു സജിത് ബാബു. CEO ആയിരുന്ന രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയതോടെ A. കൗശികിനെയാണ് നിലവിൽ CEO ആയി നിയമിച്ചത്. കൗശികൻ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയതോടെയാണ് പുതിയ നിയമനം. കാസർഗോഡ് കളക്ടറായടക്കം പ്രവർത്തിച്ചിരുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് സജിത് ബാബു.